ഇത് ചെറിയ 2 മാങ്ങയാണ്. ഇതിങ്ങനെ കനം കുറഞ്ഞ അരിയ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. ഇച്ചിരി മുളക് പൊടി, ഇതാ 1 സ്പൂൺ, ഇച്ചിരി അല്ല 1 സ്പൂൺ ഇടും. ദേ 2 കിലോ മീനുണ്ട്. ഇതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കും. ഇച്ചിരി ഉപ്പിടണേ. ഞാൻ ഉപ്പിട്ടില്ല, ഉപ്പിടണം. ഇപ്പം കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ബാക്കി ഉപ്പിടാം. 2 പച്ചമുളക് കീറിയിടണം കേട്ടോ. 2 പച്ചമുളക് കൂടെ കീറിയിടണം. ശബ്ദം പോയിരിക്കുവാണ്. കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ചൂടുള്ളത് അടച്ച് വെച്ച് വേവിക്കും. നന്നായി വേവട്ടെ കേട്ടോ. മീനും മാങ്ങയൊക്കെ വെന്തു. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തേ. ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അരപ്പിനാവശ്യമായ സാധനങ്ങൾ. കറണ്ട് പോയി, അതുകൊണ്ട് വെളിച്ചമില്ല. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ നാളികേരം ചിരകിയത്, നല്ലൊരു കഷ്ണം ഇഞ്ചി, 3-4 പീസ് ചെറിയ ഉള്ളി, 1 പീസ് വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നന്നായി അരയ്ക്കുക. ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുക്കുക. ഓക്കെ, ഞാൻ അരച്ചോണ്ട് വരട്ടെ. ഈ അരപ്പ് ഇതിലോട്ട് ചേർക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഈ ജാറൊന്ന് കഴുകി ഒഴിക്കുക. ഇതേ കുറുകും. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് വേണ്ട പോലെ ഉണ്ടല്ലോ. അങ്ങോട്ട് ഇടുക, കറിവേപ്പില ഇടുക, എന്നിട്ടൊന്ന് നന്നായി ഇടുക. ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കത്തിക്കണം. ഉപ്പ് കുറവ്, ശരി, ഉപ്പൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കും. എന്നിട്ട് തീ കൊടുക്കുക. മീൻകറിക്ക് വേണ്ടി നമുക്കൊരു വറവ് റെഡിയാക്കാം. ഉള്ളി മൂപ്പിക്കാം. അതുകൊണ്ട് ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില. എണ്ണ ചൂടായി വരുന്നേ. ഓക്കെ, എണ്ണ ചൂടായി വരുന്നു. നോക്കില്ല. ഇത് കുറയ്ക്കുക.
ഇതിലോട്ട് ദേ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ഇടുക. ഉലുവാപ്പൊടിയൊക്കെ ഇട്ടാൽ പിന്നെ അധികം നേരം നിർത്തരുത്, കരിയും. ഓക്കെ, ഇത് ഓഫ് ചെയ്യാം. ഇത് ചിലപ്പോൾ കരിയും. ഇതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി ലേശം മതി കേട്ടോ. ഇതൊക്കെ ചുമ്മാ കാണാനൊരു മുമ്പിനാണ്. പിന്നെ ഉലുവാപ്പൊടി ചേർക്കുന്ന അതൊന്നും അല്ല കേട്ടോ. ഉലുവാപ്പൊടി ഉലുവാപ്പൊടി ചേർക്കണമല്ലോ. ഓക്കെ, ആയി ഞാൻ തീ കെടുത്തേ. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. കറിയെല്ലാം തിളച്ച് കിടക്കുവാണ്. ഈ കറിയിലേക്ക് ഓക്കെ, ഉടനെ ഇത് അടച്ച് വയ്ക്കുക, അല്ലെ മണം പോകും. നമ്മുടെ മീൻ കൂട്ടാനൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ മാങ്ങയും തേങ്ങയും അരച്ച അയിലക്കറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ. ഓക്കെ, ബൈ ബൈ.